നമസ്കാരം. കഥയിൽ ചോദ്യമില്ല എന്ന പോലെ സിനിമയിലും ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ പലതും പൊതുസമൂഹത്തിൻ്റെ സാമാന്യ മനസാക്ഷിയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അടിയും ഇടിയും കൊല്ലും കൊലയും ആഘോഷിക്കപ്പെടുന്ന നിരവധി സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടത്തിയത്. ലഹരിയുടെ അമിതയോ ഉപയോഗത്തെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകളും ധാരാളം. ആവേശവും RDXും പണിയും മാർക്കോയുമൊക്കെ സമൂഹത്തിന് നൽകിയത് എന്ത് സന്ദേശം ആയിരുന്നു? തൻ്റെ സിനിമയിൽ വയലൻസിന് അധിക ഇടം നൽകുന്നത് അത് കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് വയലൻസിനോട് വെറുപ്പ് തോന്നട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ന് പണ്ട് പറഞ്ഞത് കമൽ ഹസനാണ്. എന്നാൽ ഇന്ന് വയലൻസ് കണ്ട് ആളുകൾ വെറുക്കുകയാണോ അതോ അനുകരിക്കുകയാണോ? കോഴിക്കോട് കൂട്ടുകാരനെ തലക്കടിച്ചു കൊന്ന 10ാം ക്ലാസ്സുകാരും കാസർഗോഡ് ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് കൂടി വിഭവമാക്കുന്ന +2 കുട്ടികളെയും സിനിമയിലെ ക്രിമിനൽ കാഴ്ചകൾ സ്വാധീനിക്കുന്നുണ്ടോ? മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ നടുറോഡിൽ തല്ലിച്ചതച്ച സീനിയർ വിദ്യാർത്ഥികൾ ആ ദൃശ്യങ്ങൾ റീലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ സിനിമയടക്കമുള്ള മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. സിനിമയിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുമെന്നും അത് നിയന്ത്രിക്കേണ്ടത് സെൻസർ ബോർഡാണ് എന്നും സിനിമാ മേഖലയിൽ നിന്നു തന്നെയുള്ളവർ ആണ് പറയുന്നത്. ഇതിനിടയിലാണ് വയലൻസ് മാത്രം കുത്തിനിറച്ച മാർക്കോ എന്ന സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കാനാകില്ല എന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വ്യക്തമാക്കുന്നത്. വെട്ടിമാറ്റാൻ കഴിയാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറയുന്നു. വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല, പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണും എന്ന് കരുതിയെന്നുമാണ് നിർമ്മാതാവ് പറയുന്നത്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാർക്കോയുടെ കുറ്റസമ്മതമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് അസീൽ മുഹമ്മദ്, വിദ്യാർത്ഥിയാണ്, ഒപ്പം യൂട്യൂബറും ഇൻഫ്ലുവൻസറുമാണ്. പ്രതീഷ് ശേഖർ, സിനിമ PRO, ശ്രീ ജോസ് തോമസ്, പ്രമുഖ സംവിധായകൻ, ശ്രീമതി ദീപ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷക എന്നിവർ ആണ്. ആദ്യം ശ്രീ ജോസ് തോമസ്, ഇതേ വിഷയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സമയത്ത് ന്യൂസ് 18 ചർച്ച ചെയ്തിരുന്നു. അത് ആവർത്തിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാകുന്നു. കാരണം സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ തന്നെ സിനിമയിലെ വയലൻസ്, ലഹരിയുടെ അമിത ഉപയോഗമൊക്കെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ അടക്കം എന്ന് നിരീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇത്തരം സിനിമകളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട് എന്ന് സിനിമാ മേഖലയിൽ തന്നെയുള്ളവർ പറയുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രഖ്യാപനമാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, മാർക്കോ പോലെ വയലൻസ് ഉള്ള സിനിമകൾ ഇനി എടുക്കില്ല എന്ന്. സിനിമാ മേഖലയിൽ ഉള്ളവർ തിരുത്തേണ്ട സമയമാണോ? ശ്രീ ജോസ് തോമസ്. ചോദ്യം എന്നോടാണോ? അതെ, താങ്കളോടാണ്. ഓക്കെ. ഇപ്പൊ മാർക്കോയുടെ നിർമ്മാതാവ് ഇനി അത്തരം വയലൻസ് ഉള്ള സിനിമകൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് എടുത്തുകൂടായികയില്ല. ഇല്ല, എടുക്കാം. ഞാനിപ്പോ പറയുന്നത് ഒരു മാർക്കോയെ മാത്രം എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെ കിൽ എന്ന് പറഞ്ഞ സിനിമ വന്നു, ആനിമൽ വന്നു, KGF വന്നു. ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയ സിനിമകളാണ്, ഒരുപാട് പ്രേക്ഷകർ കണ്ടതുമാണ്. ശരി, താങ്കൾ ഈ മാർക്കോയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്ത് എന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. എൻ്റെ ഇൻട്രോയിലടക്കം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ആവേശവും പണിയും RDXും പോലെയുള്ള സിനിമകളെ കുറിച്ച് ഞങ്ങൾ പരാമർശിച്ചിരുന്നു. മാർക്കോ എന്നത് വയലൻസിന് അത്രമേൽ പ്രാധാന്യം നൽകുകയും അതിലെ നായക കഥാപാത്രം വയലൻസിനെ അത്രമേൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മലയാള സിനിമയായതുകൊണ്ടും ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയായതുകൊണ്ടുമാണ് അതുകൂടി ഉദാഹരിച്ചു പോയത്. ഓക്കെ അഭിലാഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന കില്ലും ആനിമലും ഒക്കെ കണ്ട മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? കേരളത്തിലെ കുട്ടികൾ മാത്രമാണോ, അല്ലെ മനുഷ്യർ മാത്രമാണോ സിനിമ കണ്ടങ്ങ് മോശപ്പെട്ടവരായി പോകുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ട വളരെ അതിൽ ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് പറയുന്നത്, താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ചാണ് സാധാരണ രാജ്യത്തെ
അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൗതുകകരമാകുന്ന ഒന്ന്, കാലങ്ങളായി ഈ റെക്കോർഡ്സിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം എന്നത് കേരളത്തിൽ നടക്കുന്ന ക്രൈമുകൾ അതിൻ്റെ 99% റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുമില്ല. അതുകൊണ്ട് താങ്കളുടെ സംശയത്തെ എനിക്ക് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ മറുപടിയായി നൽകാൻ സാധിക്കില്ല. പക്ഷേ താങ്കളും ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്ര നടത്തിയ 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഷണങ്ങളാക്കി മുറിച്ച് സൂട്ട് കേസിൽ കണ്ടെത്തി എന്ന വാർത്തയടക്കം പുറത്തു വന്നത്. അപ്പോൾ സിനിമകൾ എല്ലാ ഭാഷയിലുമുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. അഭിലാഷേ, എത്ര കാലമായി സിനിമകൾ തുടങ്ങിയിട്ട്? ഇപ്പൊ മലയാള സിനിമകളിൽ മാത്രം എടുത്താൽ നമ്മുടെ ജോസ് പ്രകാശും ബാലകേ നായരും ഒക്കെ റേപ്പ് ചെയ്യുന്ന എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, സംഘർഷം നടക്കുന്ന എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, കൊലപാതകം നടക്കുന്ന എത്രയോ സിനിമകൾ കാലങ്ങളായി വന്നിട്ടുണ്ട്. പക്ഷേ ആ റേപ്പിനെയും കൊലപാതകത്തെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള എത്ര സിനിമകൾ പണ്ടുണ്ടായിരുന്നു? അല്ല, എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് ഒരു ഫോക്കസ് മാറ്റാനുള്ള ഒരു ശ്രമം, ഒരു ലഹരി മാഫിയയുടെ ഒരു ശ്രമമാണ് അത് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ലഹരി വ്യാപനമാണ് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടാനുള്ള കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു പറയുന്നു. ഈ ലഹരിയുടെ ആ വ്യാപനം അത് തടയേണ്ടത് ആരാണ്? ഇവിടുത്തെ എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ. ഇത് ലഹരി വ്യാപനം കൂടി അതിൽ നിന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അതിനെ മറച്ചു പിടിക്കാനുള്ള ഒരു മറയായിട്ടാണ് ഇപ്പോൾ സിനിമയാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് കാരണം എന്ന് പറയുന്നതെന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജോസ് തോമസ്, എനിക്ക് ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടോ എന്നത് അറിയില്ല. പക്ഷേ ഞങ്ങൾ ടെലിവിഷൻ ചാനലുകൾ തുടർച്ചയായി ഈ കുട്ടികൾക്കിടയിൽ മാത്രമല്ല യുവാക്കൾക്കിടയിലെ അടക്കം ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ അടിസ്ഥാനപ്പെടുത്തി വാർത്ത നൽകുന്നുണ്ട്. ഞങ്ങളും ആ ക്യാമ്പയിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഇതേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അസീൽ അത്തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതെല്ലാം ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അതിലൊരു ഭാഗം മാത്രമാണ് സിനിമയെന്ന് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയട്ടെ ശ്രീ ജോസ് തോമസ്. യെസ്, ഞാനത് സമ്മതിക്കുന്നു. നിങ്ങൾ പറയുന്ന അതായത് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സിനിമയുടെ കാര്യം, MP രാജേഷ് പറഞ്ഞല്ലോ സിനിമയുടെ കാര്യം. പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച് സിനിമയുടെ മേൽ ഈ കുറ്റങ്ങൾ ആരോപിക്കാനുള്ള ശ്രമമായിട്ട് ഞാൻ കാണുന്ന പറഞ്ഞ് തെറ്റല്ല. ഞാനത് ശക്തിയുക്തം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സിനിമ കണ്ട് കുറച്ചു പേരെയെങ്കിലും അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടാവാം. എന്നാൽ പൂർണ്ണമായും ഈ കുറ്റകൃത്യങ്ങൾ സിനിമ കണ്ടിട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങളിലും മറ്റ് സാമൂഹിക വൃത്തങ്ങളിലും ഒക്കെ കണ്ടുവരുന്നു. അത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സിനിമയിൽ വയലൻസ് കൂടുന്നുണ്ട്. കാരണം അത് ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്, അല്ലെ കുട്ടികളുടെ ആവേശമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് വീഡിയോ ഗെയിമുകൾ അവസാനിപ്പിക്കണമെന്നേ. അല്ല, അത്തരം വീഡിയോ ഗെയിമുകൾ ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ, അങ്ങനെ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്ന ചില വീഡിയോ ഗെയിമുകൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ആ വീഡിയോ ഗെയിമിന് അഡിക്റ്റഡ് ആവുകയും നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അത്തരം ഗെയിമുകൾ നിരോധിച്ചു. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ വെബ് സീരീസ് വരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു കൊറിയൻ വെബ് സീരീസ്. എത്രയോ എന്ത് വയലൻസ് ആയിരുന്നു. അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ആസ്വദിച്ചല്ലേ. ഇതൊക്കെ സ്വാധീനിക്കില്ലേ? ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട മലയാള സിനിമയെ മാത്രം അതിനെ കുറ്റം പറയുക എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ മാർക്കോ കണ്ടിട്ട് എത്ര പേര് കൊലപാതകം ചെയ്തു, എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നു, അല്ലെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നു എന്ന് കണക്കുകളുണ്ടോ? ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലുമില്ല. സിനിമ സ്വാധീനിക്കില്ല എന്ന് പറയുന്നില്ല, സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വളർന്നത് പോലും സിനിമയിലൂടെയും നാടകത്തിലൂടെയും സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയൊക്കെയാണ്. ഞാൻ സ്വാധീനിക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ സിനിമ മാത്രമാണോ ഉത്തരവാദി, സിനിമ മാത്രമാണോ കുറ്റം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി പറയാനുള്ളത്. തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് അത് സിനിമ മാത്രമോ എന്നതിന് തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് മറുപടി എന്നതിൽ പൊതുസമൂഹത്തിന് ഒരു തർക്കവും ഉണ്ടാകില്ല. ലഹരി അടക്കം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ലഹരി എവിടെ നിന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് പരിശോധിക്കേണ്ടത്. അതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയൊരു ഡി ഹണ്ട് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയും വരുന്നത്. ശ്രീ പ്രതീഷ്, ആവർത്തിച്ച് പറയട്ടെ, സിനിമ മാത്രമാണ് വില്ലൻ എന്ന നിലയിലല്ല ഈ ചർച്ച. സിനിമയും ഒരു ഭാഗമാകുന്നുണ്ട് എങ്കിൽ അവിടെയും തിരുത്തലുകൾ വേണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം. അതെങ്ങനെ തിരുത്തണം എന്നത് ഈ മേഖലയിലുള്ളവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതും.
അവിടെ ഒരു തീരുമാനമോ കൽപ്പിക്കലോ വിധിയെഴുത്തോ ഒന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. പക്ഷേ താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പല സിനിമകൾ, അതിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ആവേശവും RDXും അതല്ല എങ്കിൽ പണി പോലെയുള്ള സിനിമകൾ, മാർക്കോ പോലെയുള്ള സിനിമകൾ ഉദ്ധരിച്ചത് ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകൾ എന്നതുകൊണ്ട് മാത്രമാണ്. നേരത്തെയും വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമകളിൽ നിന്ന് സ്വഭാവം മാറുകയാണ്. അവിടെയൊക്കെ പലപ്പോഴും വില്ലന്മാരാണ് വയലൻസ് കാട്ടിയിരുന്നത്. അതിന് നായകർ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നായകർ ആണ് ഇത്തരം വയലൻസ് കാണിക്കുന്നത്. അതിനെ അനുകരിക്കാനാണല്ലോ ഇപ്പോൾ ശ്രീ ജോസ് തോമസ് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ CPIMന്റെ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും തെരുവ് നാടകങ്ങൾ അടക്കം രാഷ്ട്രീയ പാർട്ടികളടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലകൾക്ക് സ്വാധീനിക്കാനൊക്കെ പറ്റുമെന്നത് വസ്തുതയാണ്. അതിന് ജോസ് തോമസ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡേറ്റയോ കണക്കോ ഒന്നും എനിക്ക് നൽകാനാവില്ല. അപ്പോൾ നമ്മുടെ നായകരുടെ സ്വഭാവം ഈ നിലയിൽ മാറുമ്പോൾ, നായികമാരുടെ സ്വഭാവം മാറുമ്പോൾ, വില്ലന്മാരും വില്ലത്തികളും ഒക്കെ ഇന്ന് പ്രധാന കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഈ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് പൊതുസമൂഹത്തെ എന്ന് നിരീക്ഷിച്ചാൽ താങ്കൾക്ക് അതിനെ തള്ളിക്കളയാനാകുമോ? എന്നോടാണ് ചോദ്യം? അതെ, താങ്കളോടാണ്. അഭിലാഷ്, ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. എന്റെ സുഹൃത്തും കൂടിയാണ് ജോഷി തോമസ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്മയുള്ള ഒരു സിനിമ എടുത്തിരുന്നു, ഒരുത്തനും വന്നില്ല തിയേറ്ററിൽ കാണാൻ വേണ്ടി. അദ്ദേഹത്തിന് കുട്ടികളുടെ കടബാധ്യതയാണ് ഉണ്ടായത്. നന്മ സ്വാധീനിക്കണമെങ്കിൽ നന്മയും തിന്മയും സ്വാധീനിക്കണം. നമ്മള് പുരാണ കാലഘട്ടം മുതൽ തൊട അടിച്ച് കീറിയിട്ട്, ഗത കൊണ്ട് തൊട അടിച്ച് കീറിയിട്ട് രണ്ടായി പിളർക്കുന്നു. നമ്മള് വാള് കൊണ്ട് തല വെട്ടി മാറ്റുന്നു. നമുക്ക് തലയുടെ നടുവിൽ വെച്ചിട്ട് പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ തന്നെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതലേ ഉണ്ടാവേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ശ്രീ ജോസ് തോമസ് പറഞ്ഞതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആ കാലഘട്ടത്തിൽ നമ്മളെന്ന് പറഞ്ഞ മനുഷ്യര് സിനിമ കാണുന്നു, അല്ലെങ്കിൽ പുരാണ ഐതിഹ്യങ്ങൾ ഇന്നും പഠിക്കുന്നു, അവിടെ വായിക്കുന്നു, അവിടെ തീരുന്നു. ഇന്ന് കൊച്ചി നഗരത്തില് ഒരു കാർ ഓട്ടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ നിന്നോ വലത്തെ സൈഡിൽ നിന്നോ ഒരു ബൈക്ക് ചേസ് ചെയ്ത് വന്ന് സൈഡ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ശ്രീ അഭിലാഷ്, ഈ കൊച്ചി നഗരത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരത്തിലൂടെ, കേരളത്തിലെ നഗരത്തിലൂടെ എന്ത് സംഭവിക്കാം? അവൻ ചുറ്റിക്കെടുത്ത് തലയടിച്ച് പൊട്ടിക്കാം. അതായത് ശ്രീ ജോസ് തോമസ് പറഞ്ഞതിന് ഞാൻ ന്യായീകരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഈ ലഹരി എന്ന് പറയുന്ന സംഭവം അടിച്ചിട്ട് വീട്ടിൽ കയറിയാൽ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല രക്ഷകർത്താക്കൾക്ക്. ഇത് എടുക്കാൻ വേണ്ടി പോലീസിന് പോലും ഇതിന് ഒരു യാതൊരുവിധ കൃത്യമായിട്ടുള്ള ഒരു അളവ് തോത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണവും ഇല്ല കൃത്യമായിട്ട്. പക്ഷേ സാധാരണ ഒരുത്തം കുടിച്ചോണ്ട് അവൻ മദ്യപാൻ എന്ന് പറഞ്ഞ് അവനെ പൊതുസമൂഹത്തിൽ തള്ളി. അതേസമയം ഇതേ സമയത്ത് ഒരു വിദ്യാർത്ഥി വീട്ടിൽ മദ്യപിച്ചു വരുന്നു, ഇടാവ് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഭാര്യ, ഭർത്താവ്, കുടുംബം, മദ്യപാനായവൻ. പക്ഷേ ലഹരി അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അടുത്ത സെക്കൻഡിൽ അവൻ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്, അവന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ അവന്റെ ഒരു സൗഹൃദം ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവനിൽ അക്രമാസക്തത ഉണർന്ന് അവനെ വെട്ടാൻ പോവുകയും ഇതുകയും ചെയ്യുന്നത്. ആ സമയത്ത് അവന്റെ മനസ്സിൽ വേറെ ഇതായിരിക്കും, അവൻ മനുഷ്യനല്ലാത്ത രീതിയിൽ ആ ലഹരിക്ക് അടിമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് കാരണം മറ്റേന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, അഭിലാഷ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും, ഞാൻ ഇത് പറയണോ, അല്ലെങ്കിൽ വീണ്ടും ചെയ്താൽ അടുത്ത പ്രശ്നമാകില്ലേ, നമുക്കൊന്ന് കോംപ്രമൈസ് ആകാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാല്, അവിടെ ഓൾറെഡി ജനറേറ്ററിലൂടെ ജനറേറ്റഡ് ആണ്, എന്ത് സംഭവിക്കാം. നമ്മൾ ആ ആക്ഷൻ അവിടെ നിന്ന് തിരിച്ചു വരിക, അവൻ വെട്ടും കൊല്ലും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടാണ് ഇന്ന് കേരളത്തിൽ പലരും ജീവിക്കുന്നത്. ഈ ലഹരി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന് യഥാർത്ഥമായിട്ടുള്ള കാര്യം. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇരിക്കട്ടെ, മാർക്കോയില് ശരിയാണ്, ഒരു പരിധി വരെ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് യോജിക്കുന്നു. മാർക്കോ ആയിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇതിന് സാധാരണ പ്രേക്ഷകരാണോ ഇതിന് അടിവരയിടേണ്ടത്? സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. ഈ സെൻസർ ബോർഡ് ചെല്ലുമ്പോഴേക്കും ഈ ഇതിൽ സിനിമയിൽ എന്തെങ്കിലും രംഗങ്ങളുടെ പ്രശ്നമുണ്ട്, വയറ്റിൽ നിന്നൊരു കുഞ്ഞിനെ എടുക്കുന്നു, അത് വൃത്തികെട്ട രീതിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒരു വയലൻസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അത് വന്നതിന് ശേഷം എന്തുകൊണ്ട് അതിനു വേണ്ടി ഒരു ചർച്ചയാകുന്നില്ല? ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള സിനിമ എന്ന് പറയുന്ന രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ ആ സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്. പക്ഷെ അത് സിനിമയ്ക്കെതിരെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന അവയർനെസ്. അവരാദ്യമേ പറഞ്ഞു, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ആദ്യമേ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ട ആളാണ്. എനിക്ക് അതിനകത്ത് ഒന്നും തോന്നില്ല. കാരണം ഇത്രയൊക്കെ കണ്ടിട്ട് അതിന്റെ മേക്കപ്പ് മാൻ വരെ ഇതിന്റെ തലയും തലയോട്ടിയൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ഞാൻ നോക്കി ഒരു ഫാൻസി ഡ്രസ് കാണുന്ന പോലെ ഞാൻ കണ്ടിട്ട് വന്നതാണ്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രതീക്ഷ അത് അവിടെയാണ്. അതായത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്നത്
വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഇത്തരം സിനിമകൾ അഭിലാഷ് അത് മാനസികാവസ്ഥ വ്യക്തമാക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. കാരണം ഒരു സിനിമ ഒരാളെ സ്വാധീനിക്കുമായിരിക്കാം. കാരണം അതെന്താ വെച്ചാല് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഡ്രോബാക്സ്, അവരിപ്പോ ഒരു സിനിമ കാണുമ്പോഴേക്കും ലഹരിക്ക് അടിമയാകുന്ന ഒരു സിനിമ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു സ്റ്റണ്ട് കാണുന്നത് ഇത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്രൂരകൃത്യം കാണുമ്പോഴേക്കും അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതില്ലാതെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. അവരെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് സിനിമ ചെന്ന് കണ്ടപ്പോഴേക്കും ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാണ് യോഗ്യത, നമ്മുടെ ജീവിതത്തിന്റെ യോഗ്യത എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ആ ഒരു സബ്ജക്ട് കണക്ട് ആയി. പക്ഷെ അതിന്റെ ഇടയിൽ അതിന്റെ നായകൻ നമ്മളെ ഫയർ സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന സാധനം വെച്ചിട്ട് ഗും എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്, ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ ഫൈറ്റ് സീൻസിൽ. വേറൊരുത്തൻ ഇതിന്റെ അകത്ത് ലഹരി ഉപയോഗിച്ച് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന് കാണുമ്പോൾ ഈ സാധനമാണെങ്കിൽ നോക്കുമ്പോൾ അവൻ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു എന്നുള്ള സംഭവം തിരിച്ചു ചെയ്യാൻ വേണ്ടിയായിരിക്കും നോക്കുന്നത്. കാരണം പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഇത് സിനിമയാണോ ജീവിതമാണോ ഒന്നും മനസ്സിലാവത്തില്ല. ഇത് കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ കഴിയുമ്പോഴേ അവന് മനസ്സിലാവത്തുള്ളൂ ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ് എന്നുള്ളത്. അപ്പോഴേക്കും അവൻ ലഹരി ഇറങ്ങി മാറേണ്ട ആ ഒരു സമയമുണ്ട്. അത് എന്താ സംഭവിച്ചത്, നമുക്ക് നന്മയും തിന്മയും ഉണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷെ ഈ സിനിമ കൊണ്ട് ഒരിക്കലും മാറുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മാറി എന്നുള്ള സംഭവത്തിനകത്തില്ല. മാർക്ക് കൊണ്ട് ഉണ്ടായ സംഭവം വെച്ചാല് വയലൻസ് എന്നുള്ള സംഭവം ആരും അധികം കൈവച്ചിട്ടില്ല. അതിന് വയലൻസിന് കൂടുതൽ കൈവച്ചു. അതിനകത്ത് ഇപ്പം എല്ലാവരും കൂടി മാർക്കോയെ തള്ളി പറഞ്ഞപ്പോഴേക്കും അതിന്റെ നിർമ്മാതാവും രംഗത്തെത്തി, മാർക്കോ ശരിയാണ്, ഞാൻ ഇങ്ങനെയുള്ള കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേസമയം കില്ല്, അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ ആവേശം, അതുപോലെ തന്നെ വേറെ ഏത് സിനിമ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ആവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വയലൻസ് കണ്ടിട്ട് ഗുണ്ടാ സംഘങ്ങളോട് ചേരാൻ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന വെട്ടും കുത്തും കണ്ടിട്ട് എല്ലാവരും കൂടി ഗുണ്ടാ സംഘങ്ങളിൽ ചേരാൻ പോകും. അതിൽ വയലൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ എന്ന നിലയിൽ അതിൽ ഏതാണ്ട് പൂർണ്ണമായും ആ സിനിമയുടെ ഏതാണ്ട് ഒരു 70-75% ഈ കുട്ടികൾ മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു രീതിയാണുള്ളത്. ഞാൻ അതാണ് ചോദിച്ചത്. ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ താങ്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദാഹരണമായി പറയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്നൊരു സിനിമ കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടന്നിരുന്നു. അന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. പക്ഷേ അത് പലരിലും ഒരു വികാരമുണർത്തുകയും അങ്ങനെ ക്ലാസ്മേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നീട് പ്രേമം എന്നൊരു സിനിമ റിലീസ് ചെയ്തത് ഓർമ്മയുണ്ടാകും. അതിനുശേഷം ഏതാണ്ട് കേരളത്തിലെ കലാലയങ്ങളിലെ ഓണാഘോഷം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രധാരണം പ്രേമം സ്റ്റൈൽ ആയിരുന്നു. അതിനാൽ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജീപ്പിന്റെ മുകളിലൊക്കെ ഇരുന്ന് കുട്ടികൾ യാത്ര ചെയ്ത് ചില അപകടങ്ങളും മരണങ്ങളും അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം ചില അനുകരിക്കലുകൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലിതായി കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, മദ്യക്കുപ്പികൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികളുടെ ജീവിതം എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകുമോ എന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. ആവേശത്തിന്റെ മനസ്സിലാക്കേണ്ടത് അത് സിനിമ മാത്രമല്ല, സിനിമയല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന സംഭവത്തില് ഒരു പാട്ടിട്ട് ഒരു റീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ന്യൂസ് ചാനൽ തന്നെ കാണിപ്പിക്കും. അടുത്ത വേറൊരു സംഭവത്തിലേക്ക് കാണുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതെ, അതായത് മലപ്പുറത്ത് കുട്ടികളെ നടുറോഡിട്ട് തല്ലുന്നു, ആ തല്ലുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയാണ്. അവരും ഇത് അനുകരിക്കേണ്ട സമയം. നമ്മൾ സോഷ്യൽ മീഡിയ പോലും കാരണം സെൻസറിങ്ങിന് വിധേയമാകേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളിപ്പോ പലപ്പോഴും ചെയ്യുന്നത്, ഒരുത്തന്നെ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇത്രയും പരിപോഷിക്കപ്പെട്ട് അവന്റെ ഫോട്ടോ ഇട്ട് അവന് കംപ്ലീറ്റ് ഇത്രയും മൈലേജ് കൊടുത്ത് ഇത്രയും സംഭവങ്ങൾ ചെയ്യുന്നത് വേറെ എവിടെ കിട്ടും? ഇതിന്റെ അകത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുമോ? കാരണം ഒരു കുറ്റകൃത്യം താങ്കൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ചർച്ചയിലടക്കം കാണിക്കാത്തത്. ആ വീഡിയോയിലടക്കം ഈ നായകരെ കുറിച്ചുള്ള വർണ്ണനകളുണ്ടല്ലോ, ഇത്തരം തല്ലും കുത്തുമൊക്കെ നടത്തുമ്പോൾ അവൻ ധീരനാണ് വീരനാണെന്നൊക്കെയുള്ള സിനിമാ ഗാനങ്ങൾ. അതാണ് ഈ റീൽസിന്റെ പശ്ചാത്തലം ശ്രീ പ്രതീഷ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന് വേണ്ടി ബലി കൊടുത്ത് ഇപ്പൊ ചാവാന്ന് പറഞ്ഞിട്ട് സിനിമ നടക്കുന്നുണ്ട്. അതിന്റെ ഏകദേശം 20 മിനിറ്റ്, അവസാനത്തെ 20-25 മിനിറ്റ് പറഞ്ഞാല് ഇമോഷണലുള്ള സീൻസ് ആണ്. അതിനകത്ത് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള പരിപോഷത്തിന് വേണ്ടി ഒരു നടൻ നിന്ന് അനുഭവിക്കുന്ന കുറെ സെന്റിമെന്റ്സും അതിനകത്ത് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ആരെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയോ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ആ സിനിമ എത്രയോ വലിയ കോടിക്കണക്കിന് കളക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ആരും കാണിക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയൊന്നും പൂർണ്ണമായും പറയരുത് കേട്ടോ. പല സിനിമകളും അങ്ങനെ ദേശസ്നേഹവും ലഹരി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളല്ലാതെ നിന്ന് പെരുമാറുന്നത്
അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് മുന്നോട്ട് വരുന്ന ഒരാള് ഇപ്പൊ ആന വരുന്നു, ഇടഞ്ഞു വരുന്നു, കുത്താൻ വേണ്ടി വരണം നമുക്കറിയാം. പക്ഷേ മറ്റേത് വരുന്നത് ആനയാണോ, മതേനയാണോ, കാട്ടുപോത്താണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ശരി, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ AK സന്തോഷ്, തിരക്കഥാകൃത്ത്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ഒരു യാത്രക്കിടയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ശ്രീ സന്തോഷ്, ഇവിടെ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ യുവാക്കളെയും കുട്ടികളെയും ഒക്കെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിൽ ലഹരി പോലെയുള്ള വസ്തുക്കൾ അടക്കമുണ്ട്. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മാറുന്ന അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം വർദ്ധിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കം പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെയായി മാറുന്നുണ്ട്. അതോടൊപ്പം ഒരു ഘടകമാണോ സിനിമ എന്ന സംശയം കൂടി ഉയരുന്നു. കാരണം ഇവിടെ സിനിമ ക്രൈമിന് പ്രയോറിറ്റി കൊടുത്താൽ, വയലൻസ് അധികമുള്ള സിനിമകൾക്ക് മാത്രമേ പ്രേക്ഷകർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പോലും പറ്റുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് ചില നിരീക്ഷണങ്ങൾ. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനൊരു റേഞ്ച് കുറവുള്ള ഒരു സ്ഥലത്താണുള്ളത്. പറഞ്ഞുകൊള്ളു, വ്യക്തമാകുന്നുണ്ട്. ഓക്കെ. അപ്പോ സിനിമ, എത്ര സിനിമകളാണ് വയലൻസ്, ഇപ്പൊ മലയാളം നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങി, 2024 ഇറങ്ങിയ സിനിമകളിൽ 1, 2, മാക്സിമം 3 സിനിമകളാണ് ഈ ഹൈലി ഇന്റൻസീവ് വയലൻസ് ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നത്. ഞാനൊന്ന് പറയട്ടെ, എല്ലാ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ജീവികളിലും വയലൻസിന്റെ ഒരു അംശം ജീവനിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് പണ്ട് കാലത്തെ ഉള്ളതാണ്. സിനിമ അതുകൊണ്ടാണല്ലോ പല യുദ്ധങ്ങളും പല കാരണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയാം, കാലം മാറും തോറും, കാലം മുമ്പോട്ട് പോകും തോറും പുതിയ പുതിയ ക്രൈമുകൾ ഉണ്ടാവും, പുതിയ പുതിയ ക്രിമിനൽസും ഉണ്ടാവും. അവരുടെ പ്രായങ്ങളിൽ വ്യത്യാസം വരും. അത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. അത് നമ്മൾ എവിടെ നിന്ന്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യൂറോപ്പ്, അമേരിക്കയിലും ഒക്കെ 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ ഗണ്ണെടുത്തുകൊണ്ടെന്ന് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ഔട്ട് നടത്തുന്നില്ലേ? അത് ഒരു സിനിമയും സൈബോർഗ് പോലത്തെ സിനിമകൾ കണ്ടിട്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീകരമായ ബലാത്സംഗങ്ങൾ നടത്തുന്നു ഒരു കാരണവുമില്ലാതെ. അപ്പോ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമയെ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അപക്വമായ മനസ്സുകൾ പണ്ടൊരു തലമുറ വരെ, ഇപ്പൊ നമ്മൾ 70s 60s പകുതിയിലും 70s ഇതിലൊക്കെ നോക്കുമ്പോൾ അന്ന് കഞ്ചാവും ചരസും ആക്ഷനും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അത് തലമുറ അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്. അത് അന്ന് വാഴ്ത്തിപ്പാടി നമ്മുടെ സിനിമയിൽ തന്നെ ഒരുപാട് സംവിധായകരും എഴുത്തുകാരൊക്കെ അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിരുന്ന, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, നമുക്കുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ആരാധനയോടെ നോക്കിയിട്ടുള്ളവരാണ് ഈ ഒരു തലമുറ. അത് സാഹിത്യകാരന്മാരിലുണ്ടായിരുന്നു, ഫിലിം മേക്കേഴ്സിലുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ ഇപ്പോൾ സാഹിത്യകാരനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, M. മുകുന്ദനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ചില രചനകൾ ലഹരിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുവെന്ന് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിമർശനം ഉയരുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും താങ്കൾ ഇനി അത് ശ്രദ്ധിക്കും എന്ന്, താനത് വീണ്ടും ശ്രദ്ധിക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണം അന്ന് നടത്തിയിട്ടുണ്ട്, അന്ന് തിരുത്തിയിട്ടുണ്ട് മുകുന്ദൻ. ഓക്കെ, ഇത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് അന്ന് ഹിപ്പി സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം, നമുക്ക് ഹിപ്പികൾ ഗോവയിലും ഇവിടുന്ന് ഗിറ്റാറും നീട്ടി വളർത്തിയ മുടിയും ബെൽബോട്ടം പാന്റുമായിട്ട് വരികയും, അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. നമുക്ക് എപ്പോഴും തെറ്റിലേക്ക് നിയമം മൂലം അത് തടയിട്ട പലതിലേക്കും പോകാൻ, അടച്ചു വെച്ചത് പലതും തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്, മനുഷ്യനുള്ള കാര്യമാണ്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാലം പോകുന്തോറും പ്രായം നമുക്ക് കൂടുന്നത് പോലെ നമുക്ക് പുറകെ ഒരു തലമുറകൾ വരുന്നുണ്ട്. ആ തലമുറകൾക്ക്, അതാ ഞാൻ പറഞ്ഞു, ഇന്ന് പെറ്റി കേസ്, അന്ന് IPC കേസായത് പലതും ഇപ്പൊ പെറ്റി കേസാണ്. ഇന്ന് പെറ്റി കേസായത് ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്നലെ IPS കേസായി ആണ് ഇപ്പോ. പിന്നെ ഈ മയക്കുമരുന്നിന്റെ കാര്യം ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഏറ്റവും അധികം ഇത് ഉപയോഗിക്കാനും ഹാൻഡിൽ ചെയ്യാനും ട്രേഡ് ചെയ്യാനും കടത്തിക്കൊണ്ടുപോകാനും സൂക്ഷിച്ചു വെക്കാനും എളുപ്പമാണ്. ഒന്നാമത് ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ അറിഞ്ഞോടത്തോളം ഇതിൽ യാതൊരുവിധ മണമോ അല്ലെങ്കിൽ പുകയോ ഒന്നുമില്ലല്ലോ ഈ സാധനത്ത്. ഇത് അതുകൊണ്ട് ഇതിനെ സാധാരണ ഒരു ആവറേജ് ഇവന്റെ ബിഹേവിയറുകളിൽ നിന്നല്ലാതെ അബ്നോർമലായ ബിഹേവിയർ എന്നല്ല ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പാരന്റ്സിനോ ടീച്ചേഴ്സിനോ സമൂഹത്തിനോ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ പിന്നെ ഇത് കടത്തിക്കൊണ്ടുവരുന്നതിന് ചെറിയ കൊച്ചളവ്, പണ്ടത്തെ പോലെ കഞ്ചാവാണെങ്കിൽ മണം വരും, അല്ലെങ്കിൽ അവൻ ഭയങ്കരമായ വേറെ രീതിയിൽ അബ്നോർമാലിറ്റി കാണിക്കും. ഇത് അബ്നോർമാലിറ്റി കാണിക്കില്ല. പാർട്ടി ഡ്രഗ് എന്ന് പറഞ്ഞത് ഇറക്കിക്കൊണ്ടുവന്ന ഈ സാധനം ഇപ്പോൾ ഭയങ്കരമായ ഒരു ക്യാൻസറായി മാറി. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ ഭയങ്കരമായ വേട്ട നടക്കുന്നു. നമ്മുടെ ബസ്സുകളിൽ, അവിടെ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകളിലൂടെ ഇത് കടത്തുന്നു. അതിൽ ഉണ്ടാക്കുന്ന പണം ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സബ്ജക്ട് സിനിമയിൽ നിന്ന്, സിനിമയിലെ ഇത് കാണിക്കും.
എനിക്ക് തോന്നുന്നു മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സിനിമകൾ വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊരു സിനിമ വന്നോണ്ടോ എനിക്കറിയില്ല. ഏതെങ്കിലും ഭാഷയിൽ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയെ കുറ്റം പറയുമ്പോൾ ഈ സിനിമ സ്വാധീനിക്കുന്നവർ ഒന്നും അതിന്റെ ക്ലൈമാക്സ് കൂടി കണ്ടിട്ടാണല്ലോ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. ആ സിനിമയിൽ അതിന് കിട്ടുന്ന ശിക്ഷയും ലോ ആൻഡ് ഓർഡറിന്റെ മുമ്പിൽ ഇതിൽ എന്ത് ശിക്ഷ കിട്ടുന്നത് കൂടി നമ്മൾ സിനിമാക്കാർ കാണിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ സിനിമയായിട്ടും ജീവിതമായിട്ടും പിന്നെ ഈ തലമുറ സ്കൂളിൽ നമ്മൾ ഈ തലമുറ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, നമുക്ക് പാരന്റ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരുടെ ഉത്തരവാദിത്വ കുറവ് കൂടിയാണ് ഇതിന്. തീർച്ചയായും താങ്കൾ പറയുന്നത് പ്രസക്തമാണ്. അത്തരം വിഷയങ്ങൾ കൂടി, പേരന്റിംഗ് പ്രശ്നം അല്ലെങ്കിൽ ഈ ലഹരിയുടെ ലഭ്യത, ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ ഘട്ടങ്ങളായി. ഇപ്പോൾ ശ്രീ അസീൽ കൂടി, അസീൽ ഒരു വിദ്യാർത്ഥിയാണ്. അസീൽ, ഈ താങ്കളെപ്പോലുള്ള വിദ്യാർത്ഥികൾ സിനിമയെ, അതായത് നേരത്തെ മാർക്കോയുടെ സംവിധായകൻ പറഞ്ഞത്, പണ്ട് ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചു, പണ്ട് കമൽ ഹസൻ ഒരിക്കൽ പറഞ്ഞത് തൻ്റെ സിനിമയിൽ അദ്ദേഹം ക്രൈമുകൾ ഉൾപ്പെടുത്തുന്നത് അത് കണ്ടിട്ടെങ്കിലും അതിൽ നിന്ന് ആളുകൾ പിന്തിരിയട്ടെ എന്നത് കരുതിയിട്ടാണ് എന്നാണ്. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്, അത് നിഷേധിക്കാനാവുന്ന ഒന്നല്ല. മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് താൻ അങ്ങനെ വയലൻസ് പ്രോത്സാഹിക്കപ്പെടും എന്ന് കരുതിയിട്ടല്ല ഈ സിനിമ എടുത്തത്, സിനിമയെ സിനിമയായി കാണും എന്ന് കരുതിയിട്ടാണ് എന്നാണ്. അസീലിന്റെ തലമുറ സിനിമയെ സിനിമയായാണോ കാണുന്നത്? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിനകത്തുള്ള ഒരു ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, മാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പടങ്ങളായി കഴിഞ്ഞാലും അതിന്റെ വ്യൂവർഷിപ്പും അതിനുശേഷം നടക്കുന്ന ഇൻസിഡന്റുകളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാർക്കോ കണ്ടിട്ടുള്ളത് ഒരു 10-20 ലക്ഷം ആളുകളാണെങ്കിൽ അതിൽ നിന്ന് അതിലെ വയലൻസ് കാരണം മോട്ടിവേറ്റഡ് ആയതെങ്കിൽ അതേപോലെ വയലൻസ് ജീവിതത്തിലേക്ക് പറഞ്ഞത് വളരെ ചെറിയൊരു ശതമാനം ആളുകളായിരിക്കും. അപ്പം ഒരു തലമുറ മുഴുവനും സിനിമയെ കാണുന്നത് ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ മാർക്കോയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അവിടെയും എനിക്ക് തോന്നുന്നു ഈ തലമുറയുടെ ആയിട്ടുള്ള ഒരു ടേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പം നമുക്ക് ഈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതിന് നമ്മളിപ്പോ ഈ ചർച്ച കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവണല്ലോ. അപ്പൊ നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്ന ടേക്ക് അവേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിന്റെ പരിധികളെ കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഏറ്റവും എക്സ്റ്റെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ മലയാള സിനിമയിൽ ഇനി വരാനിരിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമകളിൽ വരാനിരിക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സംഗതിയുണ്ട്, മലയാളി ഇന്റർനാഷണൽ സിനിമകൾ കാണുന്ന ആളാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡുകളും കുറെ കൂടെ മുകളിലേക്ക് നിൽക്കുന്നത് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ സിനിമകളിലേക്കും എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി വയലൻസ് ഉള്ള സിനിമകൾ വരാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ സംശയിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ സെൻസർ ചെയ്യണം എന്ന് പറയുന്നിടത്ത് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. സിനിമ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ഈ സിനിമകളെ കൺട്രോൾ ചെയ്തതുകൊണ്ടും അതിൽ സിനിമകളെ സെൻസർ ചെയ്തുകൊണ്ട് മാത്രം ഈ മീഡിയ കൺട്രികൾ, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് പലപ്പോഴും ഒരു ഒഴിഞ്ഞുമാറലായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ കുറെ കൂടെ വലിയൊരു സിസ്റ്റത്തിന്റെ ഒരു റോൾ അവിടെ ഉണ്ട്. ഇനി വരാനിരിക്കുന്ന ആളുകൾ ഇതിൽ ഏത് സിനിമ എങ്ങനെ കാണണം. പിന്നെ സ്വാഭാവികമായിട്ടും മൈനർ ആയിട്ടുള്ള കുട്ടികൾ ഇപ്പം പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും 18+ ആയിട്ടുള്ള സിനിമകൾ പോലും അത് കിട്ടും. ഇപ്പൊ ഈവൻ മാർക്കോ പോലും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടും. അപ്പം ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയണം ഒന്ന്. രണ്ടാമത്, ഇതിനേക്കാളൊക്കെ പ്രധാനമായി ഇനി വളർന്നു വരുന്ന ഒരു തലമുറക്ക്, ഞാൻ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറക്ക് എങ്ങനെ സിനിമ കാണണം, സിനിമയിൽ എന്ത് ഉൾക്കൊള്ളണം എന്നുള്ളത്, സിനിമയിൽ വരുന്ന എന്തെല്ലാം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ വേണം. അതില്ലെങ്കിൽ നാളുകളിൽ ഇതിനേക്കാൾ വയലന്റ് ആയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടന്റുകൾ ഇനിയും വരും. കാലം മുന്നോട്ടാണ് പോകുന്നത്, സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഇനിയും വ്യാപിക്കാനാണ് പോകുന്നത്, ഇൻഫർമേഷനും അത്ര കൂടുതലാണ് വരാൻ പോകുന്നത്. അപ്പം ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി അസീൽ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീമതി ദീപ, ഇവിടെ അസീൽ പറയുന്നത് ആ തലമുറയിൽപ്പെട്ടവരുടെ വികാരമാണ്, അത് അങ്ങേയറ്റം ഗൗരവതരമായി തന്നെയാണ് കാണേണ്ടത്. നമ്മുടെ ലിമിറ്റേഷനുകളെ കുറിച്ചാണ് അസീൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് മലയാള സിനിമയെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും, ഇന്ത്യൻ സിനിമയെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കൊറിയൻ സീരീസുകളൊക്കെ കാണുന്ന എത്രയോ ആളുകൾ ഉണ്ട്, അതിൽ മുതിർന്നവരും കുട്ടികളുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലഭ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, അതായത് സിനിമകൾ സ്വാധീനിക്കുമെന്ന് അസീൽ കൃത്യമായി പറയുന്നുണ്ട്, അതൊരു പക്ഷേ താങ്കളെയും എന്നെയും ഒക്കെ
ആ ചെറുപ്പകാലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഉണ്ട് എന്നാണ് ഞാൻ പറയുക. താങ്കളെയും ഒക്കെ അങ്ങനെ സ്വാധീനിച്ചു എന്നത് വ്യക്തമല്ല. പക്ഷേ ഈ മട്ടിൽ, അതായത് സുഹൃത്തിനെ തല്ലിക്കൊല്ലുന്ന, തലക്കടിക്കുന്ന മട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ലഹരി നൽകി പീഡിപ്പിക്കുന്ന മട്ടിലോ ഉള്ള ഒരു സമൂഹം അത് പണ്ട് കുറവായിരുന്നു. പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മുടെ കുട്ടികളും ഉൾപ്പെടെ മാറുന്നു, യുവാക്കളടക്കം മാറുന്നു. സിനിമാ സ്റ്റൈലിൽ പലതരത്തിലുള്ള ക്രൂരതകളും വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് പോംവഴി എന്നിടത്താണ് പ്രധാനം. അത് ചർച്ച ചെയ്യേണ്ടത്. അസീലിനെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾക്കിതിൽ നിയമപരമായി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ പ്രേക്ഷകരെയും അച്ഛനമ്മമാരെയും രക്ഷിതാക്കളെയും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് സാധ്യമാകുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ചർച്ച. ശ്രീമതി ദീപ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ അസീലിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇതില് രണ്ട് വിഭാഗവും ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണെന്ന് അസിൽ തന്നെ സമ്മതിക്കുന്നു. ഇതില് നമ്മൾ കാണുന്ന ആളുകളുടെ ഒരു മെച്യൂരിറ്റിയെ കുറിച്ച് പാനലില് മറ്റൊരു അതിഥി പറയുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ആൾക്കാർ പൊതുവെ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അവർക്ക് ഹൈ ഡ്രാമ, ഹൈ ഇമോഷണൽ, നമ്മുടെ ഇന്ത്യൻ മൂവീസ് തന്നെ ഫുൾ ഓഫ് ഇമോഷൻസ് ആൻഡ് ഫുൾ ഓഫ് ഡ്രാമയാണ്. അപ്പം നമുക്ക് ഇഷ്ടം അങ്ങനത്തെ സിനിമകളാണ്. നമ്മൾ ആ സിനിമകളെ ഒരു നമ്മൾ അത്തരം സിനിമകളെ കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും. നമ്മൾ വളരെ വളരെ വലിയ രീതിയിൽ ഉൾക്കൊണ്ട്, ഇപ്പൊ ഞങ്ങളൊക്കെ വളർന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ലാലേട്ടനോ മമ്മൂക്കയോ അല്ലെങ്കിൽ ശോഭന ചേച്ചിയോ ഉർവശി ചേച്ചിയുടെയോ ഒക്കെ പോലത്തെ കഥാപാത്രങ്ങളാണെങ്കിൽ ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ ആനിമൽ എന്ന സിനിമയിലെ രൺബീർ കപൂർ അവതരിപ്പിച്ച റോക്കി എന്ന കഥാപാത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രമോ ഒക്കെ ആയിരിക്കും. ഒരു ഹീറോ, ഒരു സിനിമയുടെ നായകൻ വാളെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാണെന്നും ഇതെടുക്കുന്നത് ഹീറോയിസം ആണെന്നും എന്നൊരു തോന്നൽ വന്നാൽ ആ കുട്ടിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിപ്പം കൊച്ചുകുട്ടിയാണെങ്കിലും ശരി, 18 വയസ്സിന് മുകളിലേക്കാണെങ്കിലും ശരി, നമ്മൾ മലയാളി എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് സിനിമകളെ വീക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരു ഹീറോ വാളെടുക്കുന്നു. അതേപോലെ ഒരു തമിഴ് സിനിമയിലെ ഫഹദ് ഫാസിൽ നായ്ക്കളെ അടിച്ചു കൊല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് കണ്ണു തുറന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഫഹദ് ഫാസിൽ എന്നത് നമ്മുടെ മനസ്സിൽ വലിയൊരു നായക പരിവേഷമുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെ ഗെറ്റപ്പും സ്റ്റൈലിങ്ങും ഒക്കെ എല്ലാവരും പ്രൈസ് ചെയ്ത ഒരു കാര്യമാണ്, എല്ലാവരും പുകഴ്ത്തി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ മാർക്കോയില് ഉണ്ണിമുകുന്ദന്റെ കേൾക്കാം പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, മാർക്കോയില് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ഗെറ്റപ്പും സ്റ്റൈലും ഒക്കെ ഒരു ഭയങ്കര ഹീറോയിക് ആയ ഒരു ഇതാണ്. പക്ഷെ അതിലെ ക്ലൈമാക്സ് തന്നെ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് അല്ല മാർക്കോയിലുള്ളത്. നമ്മുടെ കുട്ടികളെ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് സിനിമാ തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സിനിമകൾ കുറവാണ്. പണ്ടത്തെ സത്യനന്ദിക്കാട് പോലെയും കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമകൾ ഒന്നും തന്നെ ഇല്ല. എന്തിനു മാർക്കോ മാത്രം പറയണം? ഇപ്പോൾ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ പോലും കണ്ണു തുറന്ന് മര്യാദയ്ക്ക് ഒന്ന് കണ്ടിരിക്കാൻ 2 സീൻ അടുപ്പിച്ച് പറ്റില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇനി ഇത് ശരിയോ തെറ്റോ എന്ന രീതിയിലാണോ സിനിമയിൽ അവതരിപ്പിക്കുക? തീർച്ചയായിട്ടും സിനിമയിൽ അത് തെറ്റെന്നുള്ള രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നമ്മുടെ ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്നത് ഇതിൽ ഇതൊക്കെയാണ് ഇപ്പൊ സ്റ്റൈല്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതൊക്കെയാണ് സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതാണ് നമ്മുടെയൊക്കെ ഒരു ട്രെൻഡ്, ഇതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ആലോചിച്ചിട്ടല്ല ഒരാൾ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ആ സ്റ്റൈലിലും, അത് ഒരു സിനിമയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രം അത് അവതരിപ്പിക്കുന്നു, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് വരുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന മലയാള സിനിമകളെല്ലാം വയലൻസ്, ഡ്രഗ്സ്, റേപ്പ് ഇതുപോലുള്ള കാര്യങ്ങളാവുമ്പോൾ അത് നമ്മളെ ഒരു പരിധി വരെ എന്നല്ല, അതിനപ്പുറം പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള പച്ചക്കള്ളം തന്നെയായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ അസിൽ പറഞ്ഞ ഒരു കാര്യം, പേരന്റിങ്ങിന് വലിയൊരു സിസ്റ്റം വേണം എന്ന് അസിൽ പറയുന്നുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പേരന്റിങ്ങിന് വലിയൊരു പ്രാധാന്യം അതിലുണ്ട്. പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം അതേപോലെ തന്നെ കൂടുതലായിരിക്കണം എന്നുള്ളതും, അവരിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങൾ മനസ്സിലാക്കി അവരോട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം അത് മനസ്സിലാക്കുക മാത്രമല്ല, അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. ഉടനെ തന്നെ എല്ലായിടത്തും ദൂരെ കളഞ്ഞ് എല്ലാം അവരെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ അവരെ അടിക്കുന്നു, അവരെ ശാസിക്കുന്നു. അതല്ലാതെ എങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ
നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ഭയങ്കര വലിയ ഭാരിച്ച ചുമതല തന്നെയാണ് പേരന്റിംഗ്. തീർച്ചയായും അത്തരം വിഷയങ്ങൾ കൂടി ഈ കുട്ടികൾക്കിടയിലെ അക്രമവാസനകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനിയും അത്തരം ചർച്ചകൾ തുടരേണ്ടതുമാണ്. വളരെ അസീൽ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ അന്താരാഷ്ട്ര സിനിമകളടക്കം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അസീൽ എന്തായിരുന്നു പറഞ്ഞു വന്നത്? അവിടെ ഈ എങ്ങനെ, അതായത് ഒരു സിനിമയെ സിനിമയായി മാത്രം കാണണം എന്നത് അസീലിന്റെ തലമുറയിൽപ്പെട്ടവരെ എങ്ങനെ തിരിച്ചറിയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അസീലിന്റെ പ്രതീക്ഷ. അവിടെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. നമുക്ക് അതിനെ ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ടൈം കൊണ്ടോ നമുക്ക് അതിനെ തിരുത്താനും എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ കാര്യം മോണിറ്റർ ചെയ്യണം. അത് ഒരിക്കലും തന്ത വൈബാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു മൈനർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അവർ കാണുന്ന കണ്ടന്റുകൾ അത് മോണിറ്റർ ചെയ്യപ്പെടണം എന്നുള്ളത് ഒന്നാമത്തെ അഭിപ്രായമാണ്. അതും നേരത്തെ ഇതിൽ പങ്കെടുത്ത ആൾ സൂചിപ്പിച്ചതുപോലെ ആ മോണിറ്റർ ചെയ്യുന്ന രീതിയും ആ പാരന്റിങ്ങിന്റെ രീതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര ഹാർഷായിട്ട് അടിച്ചങ്ങോട്ട് ശരിയാക്കുക എന്നുള്ളതിന് പകരം കുറെ കൂടെ സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മോണിറ്ററിങ് പാരന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അത് സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ബാക്കി സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പം ഒരു മോറൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ അത് പറഞ്ഞാൽ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആദ്യം വരേണ്ടുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ഇൻഫർമേഷനിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറക്ക് എങ്ങനെ ഇവിടെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, ഏതെല്ലാം കണ്ടന്റുകൾ ഉൾക്കൊള്ളണ്ട എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് പറയും അത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ല. അതിനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഇതിന് ആവശ്യമാണ്. ഇത് ഗ്രാജുവലി മാത്രമേ നമുക്ക് ഇതിനെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊരു ദിവസം കൊണ്ടോ ഒരു ചെറിയ സമയം കൊണ്ടോ നമുക്കിത് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മൊത്തം സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു ജനറേഷനെ കുറെ കൂടെ നമുക്ക് നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. റൈറ്റ്. ശ്രീ ജോസ് തോമസ്, അവിടെയാണ് ഇതിൽ ഈ ചർച്ചയുടെയും ഉദ്ദേശം. അതായത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഭരണകർത്താക്കൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ലഹരിയുടെ ഉപയോഗവും വ്യാപനവും ഒക്കെ തടയാനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഈ മോഷണക്കേസിൽ പ്രതികളാകുന്ന നിരവധിയായ ആളുകളുണ്ട്, പക്ഷെ പിടിക്കപ്പെടാതെ പോകുന്ന ആളുകളുമുണ്ട്. അവർ പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ട് പിടിക്കപ്പെടുന്നവനെ ശിക്ഷിക്കാതിരിക്കാനും സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ മറ്റ് ഇതര ഭാഷകളിൽ നിന്നുള്ള സിനിമകൾ, അതൊക്കെ പലപ്പോഴും അവരുടെ സംസ്കാരത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിനിമകളും പ്രമേയങ്ങളും ഒക്കെയാണ്. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ കൗതുകമുണ്ട്, അതെല്ലാം കാണുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സിനിമകൾ എങ്കിലും നമ്മുടേതായ ജീവിത രീതികളോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് എങ്കിൽ അവിടെ നമുക്ക് വരുത്താവുന്ന ചില മാറ്റങ്ങൾ മറ്റ് സിനിമകളുമായി താരതമ്യം ചെയ്യാതെ അത്തരം ചില ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാകുന്നത് ഉചിതമാകുമോ? പക്ഷേ നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ നല്ല സിനിമ എടുത്തു, അല്ലെ നമ്മുടെ സംസ്കാരത്തനിമയുള്ള സിനിമ എടുത്താൽ അത് കാണാൻ യുവതലമുറയ്ക്ക് താല്പര്യമില്ല. കാരണം അവര് വിദേശ സിനിമകൾ, വിദേശ വെബ് സീരീസുകൾ ഇതെല്ലാം കണ്ട് അത് ആസ്വദിച്ച് ആ നിലവാരത്തിലോ ആ രീതിയിലോ ഉള്ള കഥകൾ വേണമെന്ന് തീരുമാനിക്കുന്നവരാണ്. ഇപ്പൊ ഇവിടെ ഫാമിലി സിനിമകൾ, ഇപ്പൊ നേരത്തെ സഹപാനലിസ്റ്റുകളൊക്കെ പറഞ്ഞു പേരന്റിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. പേരന്റിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വളരെ നേരത്തെ മുതൽ പറയുന്നതാണ്. എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അറിയാത്തവർ മക്കളെ ജനിപ്പിക്കാതിരിക്കുക ദയവേദി സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. അത് മാത്രമല്ല, ഐ റിപ്പീറ്റ്, ഇവിടുത്തെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരി വ്യാപനം, അതിന്റെ പിന്നിൽ ഒരു വൻ മാഫിയാണ്. ഒരിക്കലൊരു ലഹരി കേസുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ്, സർ പറയാൻ പറ്റില്ല, ഞാനിത് പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയും. അത്തരം വലിയ ഒരു മാഫിയാണ്, ഒരു ഭീകര സംഘമാണ്. അപ്പോ അവരുടെ ആ ഫോക്കസ് അത് മാറ്റാൻ വേണ്ടി സിനിമയെ ഉപയോഗിച്ചതാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതൊന്ന്. ഇതിന് ഇവിടുത്തെ ഭരണകർത്താക്കൾ, ഇവിടുത്തെ ഭരണ നേതൃത്വം ഏത് തരത്തിലാണ് ലഹരി വ്യാപനത്തെ തടയുന്നത്? 50 ഗ്രാം. ഞാൻ താങ്കൾ ഇക്കാര്യം സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, അങ്ങനെയെങ്കിൽ ഈ ലഹരി മാഫിയ സിനിമയടക്കം ദുരുപയോഗവും ചെയ്യുന്നുണ്ടാകുമോ? കാരണം ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഇങ്ങനെ അതിനെ മഹത്വവൽക്കരിക്കുന്ന നിരവധിയായ സിനിമകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ പറയാം, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണ്. പക്ഷേ
ആ കുട്ടികളുടെ അന്ത്യം, അതാണ് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ക്ലൈമാക്സ് എന്താണെന്ന് നോക്കണം. ആ സിനിമയുടെ ക്ലൈമാക്സിൽ അവരുടെ ദുരന്തമാണ്, അതുപയോഗിച്ച കുട്ടികളുടെ ദുരന്തമാണ്. അപ്പോൾ സിനിമ എപ്പോഴും അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഹീറോ വില്ലനായി മാറുന്നു എന്ന് പറഞ്ഞു. ഏത് സിനിമയിലും ഹീറോയിസം, അതിന് തല്ലും വെട്ടും കുത്തും എല്ലാം ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി ആ സിനിമ പറയുന്നത് നന്മയുടെ കഥ തന്നെയാണ്. അതിലെ ബാക്കി സീക്വൻസുകളെല്ലാം ഇതെല്ലാം വന്നാലും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ തിന്മ വിതയ്ക്കുന്നവർ നശിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് ഏത് സിനിമ എടുത്താലും അങ്ങനെയാണ്. എന്നാൽ ഈ സിനിമ എത്രത്തോളം യുവതലമുറയെ അവരെ അതിലേക്ക് ആകർഷിക്കുന്നു, അല്ലെ അതിലെ ഇൻസിഡൻസ് അവരെ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് പറഞ്ഞാൽ, മലയാളം നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമ മാത്രമല്ല മറ്റു ലാംഗ്വേജിലുള്ള സിനിമ കണ്ടാൽ നമുക്ക് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നു. സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെബ് സീരീസ് സെൻസർ ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയ വരുന്നത് സെൻസർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ യൂട്യൂബിൽ വളരെ വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീ വളരെ പോപ്പുലറാണ്, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ഡയലോഗ് പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ബാർ സീക്വൻസിൽ ആ ഡയലോഗ് എടുത്ത് കാണിച്ചപ്പോൾ തിയേറ്ററിൽ അത്യധികമായ കയ്യടിയായിരുന്നു, ചിരിയായിരുന്നു. അപ്പോൾ എത്രയധികം പ്രേക്ഷകർ, അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്, എന്താണ് ആ സ്ത്രീ പറയുന്നത് അറിയാം. അപ്പോൾ എത്രമാത്രം ഒരു മോശപ്പെട്ട കാര്യത്തിന് കാഴ്ചക്കാരുണ്ടാകും എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും മോശമായ കാര്യത്തിനാണ് ജനങ്ങൾ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത്, മോശമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ശ്രീ ജോസ് തോമസ്, ഞാൻ തിരികെ അസീലിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ഇവിടെ ജോസ് തോമസും പ്രതീഷും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഇത്തരം സിനിമകൾ പണ്ടത്തേതുപോലെ കുടുംബ സിനിമകൾക്ക് പ്രേക്ഷകരെ ലഭിക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ അസീലിന്റെ തലമുറ മാത്രമല്ല, എൻ്റെ തലമുറയും ഒക്കെ പ്രശ്നക്കാരാണ്. ഈ മാർക്കോ പോലുള്ള സിനിമ കണ്ടവരൊക്കെ അതിന് സർട്ടിഫിക്കറ്റ് 18 മുകളിൽ എന്ന നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായും തിയേറ്ററുകളിലൊക്കെ അധികവും എത്തിയിട്ടുള്ളത് അതിന് മുകളിൽ ഉള്ളവർ എന്ന നിലയിൽ ഞാനടക്കം അതിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥനാണ്. എങ്കിലും അസീലിന്റെ തലമുറയും ഇത്തരം സിനിമകളെ ആണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോൾ പുറത്തു നിന്നുള്ള വെബ് സീരീസുകളോ എന്ത് തന്നെയായാലും അതിന് നമുക്കൊരു ജോണർ മാത്രമാണ് ഒരു തലമുറ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഏതെങ്കിലും സിനിമകളുടെ സക്സസുമായി അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഹോം എന്ന് പറയുന്ന സിനിമ കേരളം മുഴുവൻ ഏറ്റെടുത്തുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് എന്ത് വയലൻസ് ഉണ്ടായിട്ടാണ്, അതിനകത്ത് ആരെ ആക്രമിക്കുന്നതിനായിട്ടാണ്. അങ്ങനെ എത്ര സിനിമകൾ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പലതും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം സിനിമയുടെ സക്സസും ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സിനിമ സക്സസ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് അതൊരു തലമുറ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു ചുരുക്കത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇപ്പോഴും ഫീൽ ഗുഡ് സിനിമകൾക്ക് കാഴ്ചക്കാരുണ്ട് ഈ ജനറേഷനിൽ എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ജോണറിലേക്ക് മാത്രമായിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. യെസ്. അപ്പോൾ ശ്രീ പ്രതീഷ്, അപ്പോൾ മേക്കിങ്ങിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഈ പല സിനിമകളും, അതായത് ഹിറ്റായി ഓടിയിട്ടുള്ള ചില സിനിമകളിലൊക്കെ ഈ ക്രൈം രംഗങ്ങൾ അതിന് മറ്റു ചില രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് പ്രേക്ഷകന് മനസ്സിലാകും, പക്ഷേ അത് നമ്മൾ തിരശീലയിൽ കാണാത്ത തരത്തിൽ എത്രയോ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം വൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്ന കാലഘട്ടമാണ്, സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ഒരു പക്ഷേ കൂടുതൽ പ്രേക്ഷകരോട് സംവദിക്കാൻ പറ്റുന്ന കാലഘട്ടം ആണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ക്രൈം ആസ്വദിക്കുന്നുണ്ട്, ക്രൈമുള്ള സിനിമകളെ ആസ്വദിക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മറ്റു പരീക്ഷണങ്ങളിലേക്കൊക്കെ കടന്നാൽ ഒരു പക്ഷേ ഈ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം കൂടി സിനിമാ മേഖലയിലുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, പൂർണ്ണമായും എന്നല്ല ഞാൻ പറയുന്നത്, അത്തരം സാധ്യതകളും ഇല്ലേ? ശ്രീ അഭിലാഷ്, ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാല് ജെ ഹേ എന്ന് പറഞ്ഞ ചിത്രം ഞാൻ എന്റെ മോളോടും എന്റെ ഭാര്യയോടൊപ്പം തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴേക്കും ഒരു സീനില് അതിലെ നായിക ബേസിലിനെ ചവിട്ടി തൊഴിക്കുമ്പോഴേക്കും എന്റെ ഭാര്യയും മോളും എണീറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആ തിയേറ്ററിൽ ഇവര് മാത്രമല്ല, പല സൈഡിൽ നിന്ന് എണീറ്റ് നിന്ന് കൈയടിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കാണാം. എനിക്ക് സന്തോഷം തോന്നി. അവരും ഉന്നമനത്തിന് വേണ്ടി വരണം. അതാണ് സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ ക്രൈം കാണിച്ചത് കൊണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗം കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വേറിട്ട രീതിയിൽ വേറെന്തെങ്കിലും കാണിച്ചത് കൊണ്ടോ സിനിമയിൽ വരത്തില്ല. സിനിമയിൽ എന്താണ് ആവശ്യം? ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇരുന്നതുപോലെ തന്നെ പറയുകയാണ്, കോണ്ടന്റ് ആണ് ആവശ്യം. ആ കോണ്ടന്റ് ഇപ്പോഴത്തെ യുവ തലമുറ മാത്രമല്ല,
യുവതലമുറ എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമാണ്. ബാക്കി ഫാമിലി ഓഡിയൻസ് ആണ് സിനിമ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്നത്. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സംഭവത്തെ പറ്റി നേരത്തെ സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലഹരി ഉപയോഗമുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സമൂഹം കൊടുത്താൽ അതിന് വ്യക്തമായിട്ടുള്ള, അതിന്റെ PR കൂടിയാണ് ഞാൻ, വ്യക്തമായിട്ട് പറയാം, അതിനകത്ത് ലഹരി ഉപയോഗിച്ചാലല്ലേ അതിനെതിരെയുള്ള വാളെടുത്തവൻ വാളാണെന്ന് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വ്യക്തമായ സന്ദേശം നൽകുന്ന സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കണ്ടാൽ തന്റെ കുഞ്ഞിനെ, എനിക്കൊരു പെൺകുട്ടിയാണ്, കുഞ്ചാക്കോ ബോബന് ഒരു മകനാണുള്ളത്, അതുപോലെ പലർക്കും ആണും പെണ്ണുമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് സ്വന്തം കുഞ്ഞിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും മോളെ എന്താണിത്, മോനെ എന്താണ് സ്കൂളിൽ നടക്കുന്നത് ചോദിക്കാനുള്ള ഒരു പേഴ്സണൽ ഇത് കിട്ടും. അല്ലാതെ വീട്ടിൽ വരുമ്പോഴേക്കും എന്താണോ സ്കൂളിൽ നടന്നത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാര്യത്തിലൊന്നും പറയത്തില്ല. അവരുമായിട്ടൊരു സൗഹൃദം ആവശ്യമുള്ളതാണ്. നമ്മൾ സുഹൃത്തുക്കളാവണം വീട്ടില്. അതാണ് ഏറ്റവും വലിയ പാരന്റിങ്. അല്ലാതെ നമ്മൾ അവരെ ശാസിച്ചിട്ടോ നീ ഇങ്ങനെ കാണാൻ പാടില്ല, നീ ഇങ്ങനെ പാടില്ല, അതുപോലെ വീട്ടിൽ ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ എന്താ കാണുന്നത് മോളെ, എന്റെ മോള് നെറ്റ്ഫ്ലിക്സ് കാണാറുണ്ട്, അതിനകത്തുള്ള പാരന്റിങ് ഐഫോണ് ഞാൻ തന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പാരന്റിങ് എന്റെ കയ്യിലുണ്ട്, അവൾ എന്ത് കാണുന്നുള്ള എനിക്കറിയാം. നാളെ അവൾ കാണരുത്, ഇങ്ങനെ ഒരു കാണരുത്. അവൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ ആ മകൻ ആ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. നമുക്ക് കൺട്രോൾ ആവാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇവര് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, എനിക്ക് കിട്ടിയില്ല. അഭിലാഷ്, ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാം. ഞാൻ ഇതിനകത്ത് മാധ്യമപ്രവർത്തനവും കഴിഞ്ഞിട്ട് PR റോഡിലേക്കും മാർക്കറ്റിംഗ്, സിനിമയുടെ മാർക്കറ്റിംഗും ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഫുള്ള് നടത്തുന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ ജീവിച്ച സ്ഥലം അല്ലെങ്കിൽ ഞാൻ ജനിച്ച സ്ഥലം, ഞാൻ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയപ്പോ ഞാൻ ജീവിച്ചത് തിരുവനന്തപുരം കല്ലുമൂട് മുട്ടത്തറ എന്നുള്ള സ്ഥലത്താണ്. ഞാൻ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലിട്ട് 38 വെട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജീവന് തുടിപ്പ് കേട്ടിട്ട് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ആളെ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞാൻ പഠിച്ച എന്തായിരിക്കും അവസ്ഥ? ഒരു മതിലിനപ്പുറം, ഒരു പാലത്തിനപ്പുറം രണ്ട് വർഗീയവാദികൾക്ക് പോലെ രണ്ട് മതങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും എന്റെ മനസ്സിലേക്ക് ഞാൻ കുത്തിവെക്കുന്നില്ല. അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും എന്റെ സുഹൃത്തുക്കളാണ്. അവിടെ പ്രതീക്ഷ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത്തരം വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഒരു പരിധിവരെയെങ്കിലും അതിന് വലിയ കുറവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മതസ്പർദ്ധകൾ എന്നത് ഈ അടുത്ത കാലത്തൊന്നും ഒരു കൊലപാതകത്തിലേക്കൊന്നും പോയ മതസ്പർദ്ധകൾ കേരളത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും അഭിലാഷിനോട് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വീണ്ടും സിനിമയാണോ ലഹരി എന്ന് ചോദിക്കുമ്പോൾ ലഹരി എന്ന് പറയുന്ന ഉറപ്പായും അതിൽ തർക്കമില്ല പ്രതീക്ഷ. അത് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അസീൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് പരിഷ്കരിക്കാവുന്ന ഒന്നല്ല. ശ്രീ അഭിലാഷ്, ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതിനൊരു ബോധവൽക്കരണം കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. ശ്രീ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോലും ബോധവൽക്കരണത്തിന് ഇറക്കുകയല്ല വേണ്ടത്. അവരെ കൊണ്ട് മാക്സിമം ഇതിനകത്തുള്ളവർക്ക് സൗദ്ദേശപരമായിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബൊക്കെ കൊടുക്കുകയല്ല വേണ്ടത്. കാരണം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഇതിനെന്താണ് ഇതിന്റെ പോംവഴി? ഉറപ്പായും ഞാൻ സമയപരിമിതി മൂലമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള N. അരുൺ ഉണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, അദ്ദേഹം ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫിലിം ചേംബറിന്റെ പ്രതികരണമടക്കം പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ രഞ്ജിനിയെ പോലെയുള്ള നടികളുടെയൊക്കെ പ്രതികരണം വരുമ്പോൾ, ഇതിനൊക്കെ എങ്ങനെയാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു രഞ്ജിനിയുടെ പ്രതികരണം. RDXും അല്ലെങ്കിൽ മാർക്കോയും ഒക്കെ എങ്ങനെ അനുമതി നേടി എന്നവർ ആശ്ചര്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഫിലിം ചേംബർ പറയുന്നത് സെൻസർ ബോർഡിന്റെ പിഴവാണ് എന്നുള്ളതാണ്. ഈ സെൻസറിങ്ങിലൂടെയൊക്കെ എത്രത്തോളം ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, സിനിമകളിലെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതല്ലാതെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കാണുന്ന വിദ്യാർത്ഥികളിലെ, കുട്ടികളിലെ ഈ അക്രമവാസന പരിപൂർണമായും സിനിമ കണ്ടിട്ടാണ് പറഞ്ഞാൽ അത് മറ്റാരുടെയോ തലയിൽ പഴിചാരി തടി തപ്പാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു കുട്ടികളിലെ ഒരു അവബോധം വളർത്തുക, കുട്ടികളുടെ മാനസിക വികാസം, അതിനുവേണ്ടിയുള്ള കാര്യമായ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നമ്മുടെ കരിക്കുലത്തിൽ തന്നെ കുട്ടികളുടെ മാനസികമായിട്ട് അവന്റെ വികാസത്തെ അല്ലെങ്കിൽ അവന്റെ സ്വത്വബോധത്തെ ഉണർത്തത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ അധ്യയന ദിവസം ആകെ 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ അധ്യയന ദിവസം 150 ദിവസത്തിൽ താഴെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. 150 ദിവസത്തിൽ താഴെയാണ് ആകെ അധ്യയനം എന്നത്. കുട്ടികളുടെ മാനസികമായിട്ടുള്ള അവന്റെ പല അവസ്ഥകളിൽ നിന്നാണ്, പല കുടുംബങ്ങളിൽ നിന്നാണ് അവൻ കടന്നു വരുന്നത്. അപ്പോൾ അവന്റെ മാനസികമായിട്ടുള്ള അവന്റെ പ്രയാസങ്ങളോ അതല്ലെങ്കിൽ വൈകല്യങ്ങളോ അതിനെ മറികടക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ, ഒരുക്കുവാൻ, കായികമായിട്ടോ കലാപരമായിട്ടോ ഒക്കെ അവന്റെ ഒരു മാനസികാവസ്ഥ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള സമയം പോലും ഇവിടെ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തിയേറ്റർ കുട്ടികൾക്ക് വേണ്ടി
പ്രത്യേകമായി പരിശീലനം നൽകുക, നാടക പരിശീലനത്തിലൂടെയൊക്കെ ഒറ്റയ്ക്ക് കൗൺസിലിംഗിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യതകളാണ് അതൊക്കെ. അപ്പൊ കുട്ടികളെ അവരുടെ ഒരു അവരുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ അവന്റെ ഒരു മാനസിക പിരിമുറുക്കങ്ങളോ മാനസിക പ്രശ്നങ്ങളോ അതിന് പരിഹാരം കാണുവാനുള്ള ശ്രമം ഉണ്ടാകുക എന്നുള്ളതാണ്. 2 മാസം മുമ്പ് ഇറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ ആണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാണെന്ന് തോന്നൽ എനിക്കില്ല. 1 വർഷം മുമ്പ് ഇറങ്ങിയ RDX ആണോ ഇതിന്റെ കാരണം? എത്രയോ സിനിമകളുണ്ട്, അക്രമവാസനകളുള്ള അക്രമം കാണിക്കുന്ന എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകളൊക്കെ എപ്പോഴും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവേണ്ടതല്ലേ? എത്രയോ നല്ല സിനിമകൾ വരുന്നുണ്ട്, എത്രയോ ഉത്തമന്മാരായിട്ടുള്ള എല്ലാ സർവ്വഗുണ സമ്പന്നന്മാരായിട്ടുള്ള നായകന്മാരെ അല്ലെങ്കിൽ നായികമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും തടിവെപ്പാനുള്ള ശ്രമമാണ്. ഞാൻ മറ്റൊരു കാഴ്ചപ്പാടിന്റെയോ മറ്റൊരു ലേവലിന്റെയോ അടിസ്ഥാനത്തിൽ പറയല്ല, സ്വതന്ത്രമായ കാഴ്ചപ്പാട് എന്റെ അഭിപ്രായം. തീർച്ചയായും എന്തായാലും സമയപരിമിതി മൂലമാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മികച്ച സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും ഒരു ശതമാനക്കണക്ക് പരിശോധിച്ചാൽ ഈ ലഹരിയും അല്ലെങ്കിൽ അക്രമവാസനയും ഒക്കെയുള്ള കുട്ടികളുടെ എണ്ണം അത് ശതമാനത്തിൽ പരിശോധിച്ചാൽ വളരെ കുറവാണ്. ഒപ്പം അരുൺ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു 150 അധ്യയന ദിനങ്ങളെ സംബന്ധിച്ച്. അതൊക്കെ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്തിരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഈ ശനിയാഴ്ചകളിലടക്കം സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനെതിരെ അധ്യാപകരാണ് കണ്ണുരുട്ടിയത്, അധ്യാപക സംഘടനകളാണ് അതിന് കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്തത് ഭരണകൂടം. അത് ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമല്ല, അതും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.